രാവിലെ ഞാൻ എണീറ്റിട്ട് ചായ ഒരു ഗ്ലാസ് കുടി കഴിഞ്ഞു കേട്ടാ. എന്നിട്ട് ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. തീ കത്തിച്ച് അരി അടപ്പത്തിട്ട് അരി ഇതേ തിളച്ച് പകുതി വേവായി തുടങ്ങി. അരി നന്നായിട്ട് വിറക് വെച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് കത്തണം അടുപ്പാണ് കേട്ടോ, നമ്മുടെ പുകയില്ലാത്ത അടുപ്പണത്. ഇതിപ്പോൾ ഞാൻ നല്ല 2 വർഷമായി ഉണ്ടാക്കിയിട്ട്. അതിന് ശേഷം ഞാൻ ബീഫ് കറി വെച്ചു. ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് കുറച്ച് സബോളയും പച്ചമുളകൊക്കെ അരിഞ്ഞിട്ട് കുറച്ച് ഗരം മസാല പൊടിച്ചിട്ടു. നമ്മുടെ വീട്ടിലുള്ള മസാല തന്നെ എടുത്തിട്ട് എല്ലാം കൂടി എടുത്ത് പൊടിച്ച് സിമ്മിലിട്ടത് ചെറിയ തീയിലത് അങ്ങനെ വെച്ച് അത് നല്ല മണം മസാല മണം പിടിക്കുള്ളൂ വെച്ചു. പിന്നീട് കുറച്ച് കയ്പയ്ക്കായി അരിഞ്ഞായിരുന്നു. അത് കുനുകുനായി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു തലേദിവസം. അവസാനം എടുത്തിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സബോള ഒരു തക്കാളി ഇട്ടിട്ട് വാട്ടി അതിൽ മുളകും മഞ്ഞളും ഒരു തരി പഞ്ചസാര ഇടും, ഉപ്പും ബാലൻസ് ചെയ്യാനായിട്ട് ഭംഗിയായി അത് ഇട്ട് കയ്പയ്ക്ക വേവിച്ചത് അതിലിട്ട് റോസ്റ്റ് ചെയ്തെടുത്തു. പിന്നെ ഞാൻ സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു. സാമ്പാർ രാവിലെ വെച്ചതാണ് അവിടെ. പരിപ്പ് വേവിച്ചാൽ ഈ കഷ്ണങ്ങളൊക്കെ നുറുക്കിയിട്ട് എല്ലാം കൂടി ഒന്ന് തിളപ്പിച്ച് പുളി പിഴിഞ്ഞ് വെച്ച് നാളെ ഒരു മുറി ചിരകിയിട്ട് ഞാൻ നന്നായിട്ട് അരച്ച് അതിൽ വീച്ച് കൊടുത്തു. ഉലുവയും കായൊക്കെ ഇട്ട് വറുത്ത് പിന്നീട് അത് കടുക് കാച്ചി കോരി. അപ്പോൾ ഇന്നാണ് കാലത്ത് ഞാൻ ഉണ്ടാക്കിയതാണ് ഇതൊക്കെ. പിന്നെ ഞാൻ ഈ ഗോതമ്പ് മാവ് കുറച്ച് ഒരു ഗ്ലാസ് പൊടി എടുത്തിട്ട് പൂരി ഉണ്ടാക്കാനായിട്ട് റവ ഇട്ടിട്ട് റവയും ഉപ്പും ഇട്ടിട്ട് ഒരു ഗ്ലാസ് മൈദയിൽ ഞാൻ ഗോതമ്പ് പൊടിയിൽ ഞാനത് ആക്കി വെച്ചിട്ടുണ്ട്. അത് ഇപ്പോൾ അതേ നന്നായിട്ട് സ്മൂത്തായി വന്നു. അപ്പോൾ ഞാനിതേ അത് എടുത്തിട്ട് പൂരി ഉണ്ടാക്കാൻ പോണത്. ആ സാധനം നമുക്ക് വെളിച്ചെണ്ണയിലിട്ട് അത് മൊരിച്ച് അതിനെ ബീഫ് കറി എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനപ്പോൾ അതുകൊണ്ട് ഒരു 10 പൂരി എനിക്ക് കിട്ടിയുള്ളൂ കേട്ടോ. എല്ലാവർക്കും ഓരോന്ന് എടുക്കാവുന്ന പൂരി മാത്രം നമുക്ക് കിട്ടിയുള്ളൂ. അപ്പോൾ ഞാനത് ഉണ്ടാക്കി രാവിലെ. ഗോതമ്പ് മാവ് കൊണ്ടുള്ള പൂരി ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് നമുക്ക് കിട്ടാവുന്നത്. ഞാൻ ഓയിലാണ് അത് വറുത്തത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പൂരി ഉണ്ടാക്കിയപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടമുള്ളൊരു സാധനമാണ്. അപ്പോൾ ഞാൻ അങ്ങനെ പൂരി എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വേഗം അത് മൊരിച്ചു കൊടുത്തു. അപ്പോഴേക്ക് പോകാനുള്ള സമയമൊക്കെ ആയി തുടങ്ങി. എനിക്ക് കുളിക്കണം. ബാഗിൽ ചോറൊക്കെ ആക്കി കഴിഞ്ഞ് ബാഗിൽ സെറ്റാക്കി വെച്ചിട്ട് ഞാൻ കുളിക്കാൻ പോകുള്ളൂ കേട്ടോ. ഒരു 10 പൂരി കിട്ടിയിരുന്നു. 5-8 10 കിട്ടിയിട്ടാണ്. അപ്പം എല്ലാവർക്കും 2 എടുക്കാം. ഞങ്ങൾ 4 ആളുകളുള്ളൂ. അപ്പച്ചനൊന്നും അങ്ങനെ കഴിക്കില്ല, ആൾ വീട്ടിലുണ്ടാവില്ല. ഒന്നാമത് രാവിലെ ആൾ അങ്ങനെ കഴിക്കില്ല. ചായ കടയിൽ പോയി ഒരു ഗ്ലാസ് ചായ കുടിച്ച് അവസാനിപ്പിക്കുള്ള ദിവസമായിട്ടെ. സൂപ്പർ പൂരി. അപ്പോൾ ആ പൂരി ചോറ്റ് മാത്രം 2 ആക്കി ബീഫ് കറിയിട്ട് ചോറും വെള്ളമൊക്കെ എടുത്ത് ഞാൻ ബാഗിലാക്കി. ഞാനപ്പോൾ അങ്ങനെ ജോലിക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്ന് രാവിലെ ഞാൻ ഉണ്ടാക്കിയ എൻ്റെ ഫുഡുകളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പോൾ എല്ലാവർക്കും ബായ്. എല്ലാവരും ഉഷാറായി ഉന്മേഷമായി സന്തോഷവാന്മാരായിട്ട് ജോലിക്ക് പോവുക. നമ്മൾ ചെയ്യുന്ന ഓരോ ദിനകൃത്യങ്ങളും അതാത് സമയത്ത് നമ്മൾ ചെയ്താൽ നമ്മുടെ ശരീരത്തിനത് നല്ല ഗുണമാണ്. എല്ലാവരും ചെയ്യുക. എനർജി കിട്ടാനായിട്ട് നല്ല മടി കൂടാതെ നമ്മൾ ഓരോ കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് ഉയർന്നു കയറി വരാൻ സാധിക്കുമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും രാവിലെ അലസന്മാരെ അത് നേരത്തെ എനിക്കില്ല, ഞാനൊരു 6:30 കഴിഞ്ഞിട്ട് എനിക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. അത് എത്ര വൈകി കിടന്നാലും എനിക്ക് ആ നേരമാകുമ്പോൾ ഉണർച്ച കിട്ടും. 6 മണിക്കൊക്കെ എണിച്ച് കഴിഞ്ഞാൽ എൻ്റെ പണി 9 മണി നമ്മളേക്ക് എല്ലാ പണിയും കഴിയും. അപ്പോൾ എല്ലാവർക്കും ബായ്.